നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾ ത്വരിതഗതിയിലാക്കണമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. മഴക്കാല പൂർവ്വ പ്രവൃത്തികൾക്കായി 1 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയെന്നും മന്ത്രി. കോൺഗ്രസ് നേതാവ് കെ വെളുത്തമ്പുവിന് യാത്രാമൊഴി. വിടവാങ്ങിയത് കോൺഗ്രസിന്റെ അമരക്കാരൻ. മുട്ടത്തൊടി സഹകരണ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പ്, കൂടുതൽ പേർ വലയിൽ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കാസർകോട്ടുകാർ ഇനി ഉപ്പുവെള്ളം കുടിക്കേണ്ട, കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. കോട്ടച്ചേരിയിൽ മേൽപ്പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. മേൽപ്പാലത്തിനുള്ള സ്ഥലമെടുപ്പ് ആരംഭിച്ചു. മേഘ ഇനി തനിച്ചല്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ട മേഘയ്ക്ക് വിവിധ കോണുകളിൽ നിന്നും സഹായഹസ്തം. ആദ്യ വെള്ളിയുടെ പവിത്രതയിൽ ഇസ്ലാം മതവിശ്വാസികൾ. എങ്ങും പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. പൊതുമരാമത്ത് വകുപ്പിന്റെ മഴക്കാല പൂർവ്വ പ്രവൃത്തികൾ ത്വരിതഗതിയിലാക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഗസ്റ്റ് ഹൌസിൽ ചേർന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാല അപകടങ്ങൾ കുറയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ പ്രവൃത്തികൾ ത്വരിതഗതിയിലാക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കാസർഗോഡ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പ് പ്രീ മൺസൂൺ പ്രവൃത്തികളെക്കുറിച്ചുള്ള അവലോകന യോഗത്തിലാണ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. പൊതുസ്ഥലങ്ങളിലും സ്കൂൾ പരിസരങ്ങളിലും അപകടാവസ്ഥയിലായ മരങ്ങൾ നീക്കാൻ ഉടൻ നടപടിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പുകളിലെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. പൊതുമരാമത്ത് വെസ്റ്റളേരി റോഡ് സെക്ഷന് കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്തിയാൽ അനുമതി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മഴക്കാല പൂർവ്വ പ്രവൃത്തികൾക്കായി ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിന് 1 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിട്ടുള്ളത്. 65 ലക്ഷം കുഴികൾ അടക്കാനും 35 ലക്ഷം ഓട വൃത്തിയാക്കാനും ഈ പ്രവൃത്തികൾ നടന്നുവരുന്നു. അപകടാവസ്ഥയിലായ മരങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും സർക്കാർ ഓഫീസുകളിലെ മേൽക്കൂരകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് തടയാനുള്ള പ്രവൃത്തിയും നടന്നുവരുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS രാജൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എന്നിവർ പങ്കെടുത്തു. മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായ കെ വെളുത്തമ്പു അന്തരിച്ചു. മൃതദേഹം DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ അടക്കമുള്ള നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10:30 മണിയോടെ DCC ഓഫീസിലെത്തിച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി ഇ ചന്ദ്രശേഖരൻ, മുൻ മന്ത്രി K സുധാകരൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള, DCC പ്രസിഡന്റ് CK ശ്രീധരൻ, KPCC നിർവാഹക സമിതി അംഗം P ഗംഗാധരൻ നായർ, MLA മാരായ K കുഞ്ഞിരാമൻ, NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ, അസീസ് കടപ്പുറം, MC ജോസ്, ഹക്കീം കുന്നൽ, സാജിദ് മൗവൽ തുടങ്ങിയവർ DCC ഓഫീസിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമാണ് K വെളുത്തമ്പു. വ്യാഴാഴ്ച വൈകിട്ട് കടുത്ത നെഞ്ചുവേദനയെ തുടർന്നാണ് ഇദ്ദേഹത്തെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റും തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്കിന്റെ പ്രസിഡന്റുമാണ്. M കൗസല്യ ടീച്ചറാണ് ഭാര്യ. 3 മക്കളാണ് വെളുത്തമ്പുവിനുള്ളത്. മുട്ടത്തൊടി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് 4 കോടിയിൽ പരം രൂപ തട്ടിയെടുത്ത കേസിൽ കൂടുതൽ പേർ വലയിൽ. വ്യാജ സ്വർണം പോലീസ് കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് 4.6 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് വിദ്യാനഗർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 137 ഇടപാടുകളിൽ 50 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ കൂടുതൽ പേർ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചെന്ന് കരുതുന്ന ആദൂർ കുണ്ടാറിലെ ഒരു പ്രമുഖൻ പോലീസിന്റെ വലയിലായതായാണ് അറിയാൻ കഴിഞ്ഞത്. അതേസമയം മുട്ടത്തൊടി ബാങ്കിന്റെ നായന്മാർമൂല ശാഖയിലും സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള സായാഹ്ന ശാഖയിലും പണയം വെച്ച സ്വർണം അന്വേഷണ സംഘം എണ്ണി തിട്ടപ്പെടുത്തി.
തട്ടിപ്പിന്റെ സൂത്രധാരന്മാരായ സിവിൽ സ്റ്റേഷൻ ശാഖാ മാനേജർ മാവുങ്കൽ കോട്ടപ്പാറയിലെ സന്തോഷ് കുമാർ, ബാങ്കിലെ അപ്രൈസർ നീലേശ്വരം പള്ളിക്കരയിലെ TV സതീശൻ എന്നിവർ പോലീസ് വലയിലാണ്. സന്തോഷ് കുമാർ കോട്ടപ്പാറയിൽ 50 ലക്ഷത്തിന്റെ വീട് നിർമ്മിച്ചതായി കണ്ടെത്തി. കൂടാതെ ഭാര്യയുടെ പേരിൽ സിവിൽ സ്റ്റേഷൻ ശാഖയിൽ 56 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നതായും പിന്നീട് പിൻവലിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തി. വിദ്യാനഗർ CI KV പ്രമോദനാണ് കേസ് അന്വേഷിക്കുന്നത്. കാസർകോട്ടും പരിസര പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച മുതൽ ജലവിതരണം പുനഃസ്ഥാപിച്ചു. 16 ദിവസമായി ജനങ്ങൾ ഉപ്പുവെള്ളമാണ് ഉപയോഗിച്ചു വരുന്നത്. പയസ്സിനി പുഴയിലെ ജലവിധാനം അപകടകരമായി കുറഞ്ഞതിനെ തുടർന്നാണ് ജല അതോറിറ്റിയുടെ ബാവിക്കരയിലെ പമ്പിംഗ് കേന്ദ്രം നിർത്തിയത്. ഇതോടെയാണ് കാസർകോട്ടും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയത്. മുള്ളേരിയ, മുളിയാർ, അടൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലാണ് പുഴയിലെ വെള്ളം ഉയർന്നത്. വെള്ളം ഉയർന്നതോടെ ഉപ്പിന്റെ അംശം കുറഞ്ഞതും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കുകയാണ്. വേനൽ മഴ വൈകിയതോടെയാണ് കാസർഗോഡ് കടുത്ത ജലക്ഷാമത്തിലായത്. ബാവിക്കരയിൽ ജല അതോറിറ്റിയുടെ പമ്പിംഗ് നടക്കുന്ന കിണറിലെ ജലവിധാനം പുഴയിലെ ജലവിധാനത്തിനൊപ്പം താഴ്ന്നതോടെയാണ് ജലവിതരണം നിർത്തിവെച്ചത്. ഇതോടൊപ്പം ഉപ്പിന്റെ അംശം വളരെയധികം ഉയർന്നു. കുടിവെള്ളം നിലച്ച് 16 ദിവസവും സ്വകാര്യ ജലവിതരണക്കാർക്ക് കൊയ്ത്തുകാലമായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി ജല അതോറിറ്റിയുടെ പമ്പിംഗ് കേന്ദ്രമായ ബാവിക്കര ഭാഗത്തെ വൈദ്യുതി വിതരണം KSEB ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും ജില്ലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ഇതോടെ പരിഹാരമായിരിക്കുകയാണ്. അതേസമയം ബാവിക്കരയിൽ പണിത താൽക്കാലിക തടയണ തകർന്ന നിലയിലാണ്. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി മേൽപ്പാലം യാഥാർത്ഥ്യത്തിലേക്ക് സ്ഥലമേറ്റെടുക്കലിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. സ്ഥലം ഉടമകളുടെ ആവശ്യങ്ങൾ കോടതി മുഖേന തീർപ്പായതോടെയാണ് സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തിയുടെ ആദ്യഘട്ടം തുടങ്ങാനായത്. ജില്ലാ ലാൻഡ് അക്വിസിഷൻ RI പ്രിയേഷ്, സർവേയർ മണിക്കുട്ടൻ, ചെയിൻമാൻ ശ്രീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാലം കടന്നുപോകുന്ന സ്ഥലങ്ങൾ നോക്കി മാർക്ക് ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, മേൽപ്പാലം ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ H ശിവദത്ത്, ജനറൽ കൺവീനർ A ഹമീദ് ഹാജി, മൊയ്തു ഹാജി, ഖജാൻജി പുത്തൂർ മുഹമ്മദ് കുഞ്ഞി ഹാജി തുടങ്ങിയവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. 2 ദിവസങ്ങൾക്കകം ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനാണ് തീരുമാനം. കർമ്മസമിതി രൂപവൽക്കരണത്തിന് മുന്നിൽ നിന്ന MLA E ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയായതും നാട്ടുകാരുടെ പ്രതീക്ഷ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി E ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്ടെത്തിയപ്പോൾ കോട്ടച്ചേരി മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ കാലതാമസമില്ലെന്ന സൂചന നൽകുകയും ചെയ്തിരുന്നു. കാഞ്ഞങ്ങാടിന്റെ തീരദേശങ്ങളിലേക്ക് പോകാനുള്ള റോഡാണിത്. റെയിൽവേ ഗേറ്റ് അടച്ചാൽ വാഹനങ്ങളുടെ നീണ്ട നിര ടൗണിലെ സംസ്ഥാന പാതയിലേക്ക് നീളുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് ടൗണിലെ മറ്റു വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തെയും ബാധിക്കുന്നു. കോട്ടച്ചേരി മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. അമ്മയുടെ മരണത്തോടെ ജീവിതത്തിൽ തനിച്ചായ മേഘയ്ക്ക് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും സഹായഹസ്തം. UAEയിലെ സാരഥിയുടെ പ്രവർത്തകർ മേഘയ്ക്ക് സഹായം നൽകി. ആകസ്മികമായി അമ്മ മരണപ്പെട്ടതോടെ മറ്റാരും തുണയില്ലാതായ മോനാച്ചയിലെ മേഘയെ സഹായിക്കാനായി നാട്ടുകാർ സഹായ സമിതി രൂപവൽക്കരിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ അച്ഛൻ ഉപേക്ഷിച്ചു പോയ മേഘയെ അമ്മ ശോഭയാണ് വളർത്തിയിരുന്നത്. കാഞ്ഞങ്ങാട്ടെ ഒരു വസ്ത്രസ്ഥാപനത്തിൽ ജോലി ചെയ്താണ് ശോഭ ഉപജീവനം നയിച്ചിരുന്നത്. പൊടുന്നനെ ബാധിച്ച അസുഖത്തെ തുടർന്ന് ശോഭ മരണപ്പെടുകയായിരുന്നു. ആരോരുമില്ലാതായ മേഘ ഇപ്പോൾ വലിയമ്മ മാധവിയോടൊപ്പമാണ് താമസിക്കുന്നത്. ഉപ്പിലകൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിനിയായ മേഘ പഠനത്തിലും മിടുക്കിയാണ്. മേഘയുടെ സങ്കടങ്ങൾ കേട്ടറിഞ്ഞ UAEയിലെ സാരഥിയുടെ പ്രവർത്തകർ സഹായങ്ങളുമായെത്തി. കുട്ടിക്ക് പഠനത്തിനാവശ്യമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്താണ് അവർ മടങ്ങിയത്. സാരഥിയുടെ പ്രവർത്തകരായ KK റാം സഹായം കൈമാറി. തച്ചങ്ങാട് മാധവൻ, സജികുമാർ വാഴുന്നോറടി, രഘു മോനാച്ച, ഗോകുലാനന്ദൻ മോനാച്ച എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. ഇനി പുണ്യം തേടി. ആദ്യ വെള്ളിയുടെ പവിത്രത, പ്രാർത്ഥനയിൽ മുഴുകി വിശ്വാസി ലോകം. ഒരു പുണ്യത്തിന് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന നിമിഷങ്ങളെ വിശ്വാസലോകം നെഞ്ചോട് ചേർത്ത് വെച്ചു. വിശുദ്ധമായ റമസാനിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥന നിർഭരമായിരുന്നു. പള്ളികളും വീടകങ്ങളും വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങളും സ്വലാത്തിന്റെ മന്ത്രവും കൊണ്ട് ധന്യമായി. പാവങ്ങളുടെ ഹജ്ജ് എന്ന് വിശേഷണമുള്ള വെള്ളിയാഴ്ച ഓരോ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളും ഉത്ബോധനങ്ങളും നടന്നു. തങ്ങളുടെ മഹലുകളിൽ തന്നെ ജുമാ നമസ്കാരത്തിന് പങ്കെടുക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിച്ചു.
വളരെ നേരത്തെ തന്നെ പള്ളിയിലെത്തിയ വിശ്വാസികൾ ഖുർആനും ദിക്റുകളും കൊണ്ട് മനസ്സിനെ കൂടുതൽ ആത്മീയമാക്കി. മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി, തായലങ്ങാടി കിളർ ജുമാ മസ്ജിദ്, നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് തുടങ്ങിയ ജില്ലയിലെ പ്രധാന പള്ളികളിലെല്ലാം വൻ തിരക്ക് അനുഭവപ്പെട്ടു. ജുമാ നമസ്കാരത്തിനു ശേഷം ഓരോ മഹലിലും ഇമാമുമാരുടെ ഉദ്ബോധന പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ചയുടെ തലേരാത്രിയിലും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇനിയുള്ള ഓരോ ദിനങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് പുതിയ മനുഷ്യനായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസലോകം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന ഗവൺമെന്റ് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണർമാർക്ക് പ്രഖ്യാപിച്ച തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. ഇതോടനുബന്ധിച്ച് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് കുമാർ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അപ്പോൾ പണ്ടത്തെ ആ ഒരു സെയിൽ ടാക്സ് പ്രാക്ടീഷണർ എന്നുള്ള രീതിയല്ല ഇങ്ങനത്തെ സെയിൽ ടാക്സ് പ്രാക്ടീഷണർ. ഉത്തരവാദിത്തം കൂടി നമ്മുടെ ക്വാളിഫിക്കേഷൻ കൂടി ഇപ്പോൾ നമുക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ വരുന്നതിന്റെ സൂചന തന്നെയാണ്. 25 കൊല്ലം കൊണ്ട് നമ്മൾ ഒരുപാട് മാറും. പണ്ടത്തെ ഇപ്പോൾ എന്തെങ്കിലും കണക്ക് എഴുതി എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചിട്ട് പോകാമെന്നുള്ള സ്ഥിതി ഇല്ല. ആ ഒരു സ്ഥിതിയൊക്കെ മാറിക്കഴിയും. എല്ലാം ഈ പേയ്മെന്റ് ചെയ്യേണ്ടതൊക്കെ ആയി കഴിയും. അപ്പോൾ കുറെ കൂടെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. നമുക്കിപ്പോൾ ഐഡന്റിറ്റി കാർഡ് കിട്ടി. ഇനി കുറെ കൂടെ വേറെ തലങ്ങളിലേക്ക് വരാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന കടമകൾ കൂടെ നമ്മൾ പൂർണ്ണമായി നിർവഹിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് കെ.വി. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. യോഗത്തിൽ വി.എം. ശ്രീകാന്ത്, പത്മകുമാർ, സംസ്ഥാന ട്രഷറർ മനോജ് കുമാർ, സോണൽ സെക്രട്ടറി ഉദയകുമാർ, ജില്ലാ ട്രഷറർ സുനിൽകുമാർ, പ്രേംജിത്ത്, മറിയാമ്മ, ബേബി വെള്ളരിക്കുണ്ട്, കെ.എം. ഹരീഷ് കുമാർ, യതീഷ് പ്രഭു തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അനുപ്രിയയെയും അഭിഷേക് ശർമ്മയെയും അനുമോദിച്ചു. ജൂൺ 1 ശേഷം ജില്ലയിൽ 134.7 മില്ലിമീറ്റർ മഴ ലഭിച്ചു. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തിപ്പെടും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജില്ലയിൽ മഴ കുറവാണ്. വേനൽ മഴ ജില്ലയിൽ വളരെ കുറച്ചു മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. സംസ്ഥാനത്ത് ഏറ്റവും അധികം വരൾച്ച അനുഭവപ്പെട്ട പാലക്കാട് ജില്ലയിൽ പോലും വേനൽ മഴ യഥേഷ്ടം ലഭിച്ചു എന്നതാണ് വസ്തുത. ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയുണ്ടായി. കാസർകോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഏകദേശം 17 ദിവസത്തോളം ഉപ്പുവെള്ളമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. കാലവർഷം എത്തുന്നതോടെ ഇതിന് ഒരു പരിധിവരെ പരിഹാരമായി എന്ന് വേണം കരുതാൻ. കാലവർഷം ആരംഭിച്ച ശേഷം ഹോസ്ദുർഗ് താലൂക്കിലെ ഇടയിലക്കാട്ട് പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ ഒരാൾ മരിച്ചു. 18 വീടുകൾ ഭാഗികമായി തകർന്നു. 4,41,120 രൂപയുടെ നാശനഷ്ടമുണ്ടായി. കാലവർഷത്തിൻ്റെ ഭാഗമായി കലക്ട്രേറ്റിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. SKSSF മഞ്ചേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതപ്രഭാഷണം സംഘടിപ്പിക്കും. ജൂൺ 11 മുതൽ 16 വരെ ഹൊസങ്കടിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സഹനം സമരം സമർപ്പണം എന്ന പ്രമേയം അടിസ്ഥാനമാക്കി റംസാൻ മാസത്തിലാണ് പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അബ്ദുൽ കരീം ഫൈസി, മൻസൂർ അലി ദാരിമി മലപ്പുറം, അബൂബക്കർ സിദ്ദിഖ് അസ്ഹരി, കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി, ജലീൽ റഹ്മാനി വാണിയന്നൂർ, ഖലീൽ ഹുദവി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. മത, സാമൂഹ്യ, രാഷ്ട്രീയ, കലാരംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സഹനം സമരം സമർപ്പണം എന്ന പ്രമേയത്തിൽ SKSSF വ്യാപകമായി വിശുദ്ധ റമദാൻ മാസത്തിൽ ക്യാമ്പയിൻ ആചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി മഞ്ചേശ്വരം മേഖലാ കമ്മിറ്റി ഈ മാസം 11 മുതൽ 16 വരെ ഹൊസങ്കടി ടൗണിൽ ശംസുൽ ഉലമ നഗറിൽ വെച്ചുകൊണ്ട് റമദാൻ പ്രഭാഷണം നടത്തുകയാണ്. പരിപാടിക്ക് വിപുലമായ പന്തലും സ്റ്റേജും ഒരുങ്ങിക്കഴിഞ്ഞു. ഏകദേശം 1000 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന വിശാലമായ പന്തല് സൗകര്യമാണ്. സ്ത്രീകൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യമാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഫൈസി, MA അബ്ദുള്ള ഹാജി, ഇസ്മയിൽ അസ്ഹരി, അബ്ദുൾ റഹ്മാൻ ഹാജി, ഇബ്രാഹിം ഹാജി, KT അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. കുതിരുംചാൽ തേജസ് പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന പൂരക്കളി പരിശീലനം സമാപിച്ചു. അരങ്ങേറ്റത്തോടൊപ്പം ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടന്നു.
കതിരുംചാൽ CPM ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശകുന്തള ഉദ്ഘാടനം ചെയ്തു. സ്വയം സഹായം എന്ന രജിസ്ട്രേഷന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ ഗ്രാമവികസന വകുപ്പ് സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുകയുണ്ടായി. ആ സംഘങ്ങളും വേണ്ടത്ര നിലനിന്നില്ല. പിന്നീട് സ്ത്രീകളുടെ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കുടുംബശ്രീ കൊണ്ടുവരികയുണ്ടായി. ഗ്രാമവികസന വകുപ്പ് നേതൃത്വം കൊടുത്ത സ്വയം സഹായ സംഘങ്ങൾ വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായിട്ടുള്ള രൂപീകരണവും പ്രവർത്തനവും നടക്കുകയുണ്ടായി. എന്നാൽ ഈ അടുത്ത കാലത്തായി ഗ്രാമവികസന വകുപ്പിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ത്രിതല പഞ്ചായത്തിന്റെയോ ഒന്നും വലിയ ഇടപെടലില്ലാതെ തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ പുരുഷ സ്വയം സഹായ സംഘങ്ങൾ ഓരോ പ്രദേശത്തും രൂപീകരിക്കുകയും അത് ആ നാടിനാവശ്യമായിട്ടുള്ള ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. സംഗീത കരുൺ, ജിതിൻ വേണുഗോപാൽ, +2 വിദ്യാർത്ഥികളായ ശരത് കുമാർ M, ജിഷ്ണു C, KS കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ശ്രീജ KP, EV അശോകൻ, TV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മാവുങ്കാൽ സഞ്ജീവിനി ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാഫിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാവുങ്കാൽ സഞ്ജീവിനി ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് സ്റ്റാഫിന്റെ നേതൃത്വത്തിലാണ് ഹോസ്പിറ്റലും പരിസരവും ശുചീകരിച്ചത്. സഞ്ജീവിനി ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ MR നമ്പ്യാർ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് പാർട്ണർ നാരായണൻ കുളങ്ങര, മോഹനൻ, മനോജ്, P സുധാകരൻ നായർ, അഭിലാഷ് മടിക്കൈ, കോരൻ, മെർബിൾ സിറിയക്, ശ്യാമള വിനോദ്, MA റഹ്മാൻ മുട്ടുന്തല, ഷിനോജ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. P അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. 20ാമത് P സ്മാരക കവിതാ പുരസ്കാരം കവി വീരാൻകുട്ടി ഏറ്റുവാങ്ങി. സമൂഹം സൃഷ്ടിച്ച ലക്ഷ്മണരേഖകൾ കാവ്യധീരത കൊണ്ട് മറികടന്ന കവിയാണ് P കുഞ്ഞിരാമൻ നായരെന്ന് P സ്മാരക ട്രസ്റ്റ് ചെയർമാൻ K ജയകുമാർ പറഞ്ഞു. കവിതയിലൂടെ ഓരോ വർഷം കഴിയുന്നതോറും കാലം മുമ്പോട്ട് പോകുന്നതോറും അവർ കൂടുതൽ കൂടുതൽ പ്രസക്തരായിത്തീരും. ഇവിടെ ഈ ഇടയ്ക്ക് അന്തരിച്ച ONV കുറുപ്പ് MV സാറിൻ്റെ ഒരു ജ്ഞാനപീഠം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വളരെ ചെറിയ പ്രസംഗമാണ്. കാരണം ഈ ഡൽഹിയിൽ വന്ന കമാൻഡോകളൊക്കെ അദ്ദേഹത്തോട് ചെറിയ പറഞ്ഞു 5 മിനിറ്റ് സംസാരിക്കണം, 5 മിനിറ്റേ സംസാരിക്കാം. പ്രധാനമന്ത്രിയാണ് അവാർഡ് കൊടുത്തത്. അപ്പോൾ സെക്യൂരിറ്റി റീസൺ കാരണം കവിയോട് പറഞ്ഞു 5 മിനിറ്റേ സംസാരിക്കും. അതുപോലെ ഞാൻ 60 വർഷമായി എഴുതിയതിൻ്റെ പുരസ്കാരമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് കൂടുതലായിട്ടാണെങ്കിലും അദ്ദേഹം പ്രസംഗം നടത്തിയതിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. കാഞ്ഞങ്ങാട് P സ്മാരക കവിതാ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. P.A. ഭക്തകവി എന്ന കൊച്ചുകൂട്ടിലടക്കാൻ സാധിക്കില്ലെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. കാലം കനിഞ്ഞു നൽകിയ സമ്മാനങ്ങളാണ് P കവിതകൾ എന്ന് ജയകുമാർ പറഞ്ഞു. കാഞ്ഞങ്ങാട് നടന്ന ചടങ്ങിൽ കവി വീരാൻകുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. ഡോക്ടർ അംബിക സുധൻ മാങ്ങാട്, V രവീന്ദ്രൻ നായർ, ദിവാകരൻ വിഷ്ണുമംഗലം, CP ശുഭ, M കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബല്ല വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിലാണ് ചടങ്ങ് നടന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബല്ല വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് SLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിൽ നടന്ന പരിപാടി മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പകുതി സമയത്ത് അല്ലെങ്കിൽ ഒരു പകൽ സമയത്തുള്ള ഭക്ഷണം നല്ല രീതിയിൽ അംഗൻവാടികളിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അത് നിലനിർത്തി പോകാൻ ഇപ്പം ഗവൺമെന്റിൽ നിന്ന് വേണ്ടത്ര പ്രോത്സാഹനം അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ അതിന് വേണ്ട പ്രോത്സാഹനം അവർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. AK ലക്ഷ്മി അധ്യക്ഷയായി. CPM ബല്ല ലോക്കൽ സെക്രട്ടറി B രാജൻ SLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് രേണുക തങ്കച്ചി, K ലത, K സാവിത്രി, ഇന്ദിര, മാധവി, ഓമന, പുഷ്പ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന് വേറിട്ട പദ്ധതികളുമായി വിദ്യാലയങ്ങൾ.
ഫലവൃക്ഷങ്ങൾ നട്ടു പരിപാലിക്കുന്നതിനായി കനിമരം പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ് കൊടക്കാട് കേളപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. സ്കൂൾ VHSE വിഭാഗം അധ്യാപകനും അധ്യാപക അവാർഡ് ജേതാവുമായ അജിത് പ്ലാവിൻ തൈ നട്ട പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അജിത് മാസ്റ്റർ നട്ടു വളർത്തിയ 25 കുറ്റ്യാട്ടൂർ മാവിൻ തൈകളും അദ്ദേഹം വിദ്യാലയത്തിന് കൈമാറി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കനിമരം പദ്ധതി 2016 എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്കൂൾ യൂണിറ്റ് പരിസരത്ത്, വെള്ളച്ചാൽ, കൊടക്കാട് ബാങ്ക് പരിസരത്ത്, മറ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ വയ്ക്കുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ വെച്ച മരങ്ങളെല്ലാം ഇപ്പോഴും നമ്മൾ പരിപാലിച്ചു പോകുന്നുണ്ട്. ഡോക്ടർ MV വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. PT തമ്പാൻ, KV പത്മനാഭൻ, T കാഞ്ചന തുടങ്ങിയവർ സംസാരിച്ചു. എറുവാട്ട് കരുണാകരൻ നായർ ഇനി നീലേശ്വരം മന്നംപുറത്ത് കാവിലെ എറുവാട്ടച്ചൻ ആചാരസ്ഥാനികന്റെ ചുരിക കെട്ടുമംഗലം കഴിഞ്ഞ ദിവസം നടന്നു. ക്ഷേത്രത്തിന്റെ ആറുടെ സ്ഥാനമാണ് നീലേശ്വരം കിഴക്കൻ കൊഴുവൽ ഇടുവങ്കാലിലെ എറുവാട്ട് തറവാട്. കൃഷ്ണൻ എറുവാട്ട് നായരുടെ നിര്യാണത്തെ തുടർന്നാണ് 16-ാം നാളിൽ സ്ഥാനാരോഹണം നടന്നത്. പൂവാലങ്കൈ സദേൺ ക്ലേ കമ്പനിയിലെ തൊഴിലാളിയായിരുന്ന കരുണാകരൻ നായർ നിലവിൽ തറവാട്ടിലെ മുതിർന്ന അംഗം കൂടിയാണ്. ബുധനാഴ്ച രാവിലെ തറവാട് ഭവനത്തിൽ നിന്നിറങ്ങി തളിയിലപ്പനെ തൊഴുത ശേഷം കിണാവൂർ കോവിലകത്തെത്തി നീലേശ്വരൻ തമ്പുരാൻ ആചാരവേഷമായ കച്ചും ചുരുകയും നൽകി 3 തവണ ആചാരപ്പേര് വിളിച്ച് എറുവാട്ടച്ചനായി എറുവാട്ട് കരുണാകരൻ നായർ സ്ഥാനമേറ്റു. തുടർന്ന് മന്നൻപുറത്തു കാവിലെത്തി ഉച്ചപൂജ തൊഴുത് പ്രസാദം വാങ്ങി തറവാട്ടിലേക്കും മടങ്ങി. അപ്പം വിളമ്പൽ ഉൾപ്പെടെയുള്ള അനുബന്ധ ചടങ്ങുകളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾ ത്വരിതഗതിയിലാക്കണമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. മഴക്കാല പൂർവ്വ പ്രവൃത്തികൾക്കായി 1 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയെന്നും മന്ത്രി. കോൺഗ്രസ് നേതാവ് കെ വെളുത്തമ്പുവിന് യാത്രാമൊഴി. വിടവാങ്ങിയത് കോൺഗ്രസിന്റെ അമരക്കാരൻ. മുട്ടത്തൊടി സഹകരണ ബാങ്ക് മുക്കുപണ്ട തട്ടിപ്പ്, കൂടുതൽ പേർ വലയിൽ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കാസർകോട്ടുകാർ ഇനി ഉപ്പുവെള്ളം കുടിക്കേണ്ട, കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. കോട്ടച്ചേരിയിൽ മേൽപ്പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. മേൽപ്പാലത്തിനുള്ള സ്ഥലമെടുപ്പ് ആരംഭിച്ചു. മേഘ ഇനി തനിച്ചല്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ട മേഘയ്ക്ക് വിവിധ കോണുകളിൽ നിന്നും സഹായഹസ്തം. ആദ്യ വെള്ളിയുടെ പവിത്രതയിൽ ഇസ്ലാം മതവിശ്വാസികൾ. എങ്ങും പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകൾ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kaserkodchannel.com.